ഒരിക്കൽ തർക്കം കൂടുന്ന കുട്ടികളോട് സംസാരിച്ചു തർക്കം അവസാനിപ്പിച്ചു. അതിൽ ഒരാളോട് നീ ആരുടെ മകനാണ് എന്ന് തിരക്കി. ഞാൻ ആരാണെന്നറിഞ്ഞിട്ട് നിങ്ങൾക്കെന്താ കാര്യം? അതോടെ ഷേഖ് പിന്തിരിഞ്ഞു. താൻ ആവശ്യമില്ലാത്തതിൽ എന്തിനു ബന്ധപ്പെടുന്നു എന്ന ബോധ്യമുണ്ടായി. അനാവശ്യ വിഷയങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് വിശ്വാസിയുടെ സ്വഭാവമാണ്. സമൂഹത്തിൽ അവഗണിക്കപ്പെട്ട രോഗികളെയും അശരണരെയും കണ്ടെത്തി അവർക്ക് സ്വാന്തനമേകിയിരുന്നു. കുഷ്ഠം, വെള്ളപ്പാണ്ട് തുടങ്ങിയ ജനങ്ങൾ ഒറ്റപ്പെടുത്തുന്ന രോഗികളെ ശുശ്രൂഷിക്കുകയും അവരോട് ക്ഷമ ഉപദേശിക്കുകയും അവരുടെ വസ്ത്രങ്ങളും മറ്റും വൃത്തിയാക്കി കൊടുക്കുകയും ചെയ്യുമായിരുന്നു. സയ്യിദ് ഇമാദുദ്ദീൻ ഉദ്ധരിക്കുന്നു, ഞാൻ 12 വർഷം ഷെയ്ഖിന് സേവനം ചെയ്തിരുന്നു. ആ കാലയളവിൽ വളരെ കുറച്ചു മാത്രമേ ഉറങ്ങിയിരുന്നുള്ളൂ. ളുഹാക്ക് ശേഷം ദുഹറിന് മുമ്പ് അല്പം ഉറങ്ങുമായിരുന്നു. അർ-റൗദുൻ നളീർ, പേജ് 33. ഖുർആൻ, ദിക്ർ, സ്വലാത്ത് ഇവകളിൽ വളരെ സമയം ചിലവഴിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. അവിടത്തേക്ക് പതിവായി വിറുതുകളും ദിക്റുകളും ഉണ്ടായിരുന്നു. ഗ്രന്ഥരൂപത്തിൽ പലതും ഇന്ന് ലഭ്യവുമാണത്. അൽ അഹ്സാബുർ റിഫാഇയ, അസ്റുൽ മസൂൻ, കിതാബ് സിയർ വൽ മസാഇ, ഔറാദ് സയ്യിദുൽ ഔസ് റിഫാഇ, ഈ കിതാബുകൾ ഷെയ്ഖ് അവർകൾ തന്നെ ക്രോഡീകരിച്ചതാണ്. അവിടുന്ന് ചൊല്ലിയ സ്വലാത്തും 5 വഖത്തിന് ശേഷവും ചൊല്ലിയിരുന്നതും 1000 പ്രാവശ്യം പതിവാക്കിയതും എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഷെയ്ഖ് റിഫാഇ മുരീദന്മാർക്ക് ആത്മീയ ഉപദേശവും ഔറാദും റിയാളയും തർബിയത്തും തസ്കിയത്തും മനസ്സു നിറയെ സ്നേഹവും സന്തോഷവും ആദരവും നൽകിയിരുന്നു. അവർ ജുമഅക്കോ ജമാഅത്തിനോ മുടങ്ങിയാൽ അന്വേഷിക്കുമായിരുന്നു. അനാദരവുകൾ ഉണ്ടാകുമ്പോൾ ശാസിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുമായിരുന്നു. അവർക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുന്നത് അവിടത്തേക്ക് വിഷമകരമായിരുന്നു. തന്റെ മുരീദ് ഷെയ്ഖ് യാക്കൂബിനോട് പറഞ്ഞു, യാക്കൂബ്, എന്റെ ശിഷ്യന്മാർക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടായാൽ അതിന്റെ വേദന എന്റെ ഇടനെഞ്ചിൽ അനുഭവിക്കും. അല്ലാഹുവേ, ഷെയ്ഖിന്റെ മുരീദന്മാരിൽ ഉൾപ്പെടുത്തി ഞങ്ങളെ നീ അനുഗ്രഹിക്കണം അല്ലാഹ്.